കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മാവൊന്നും കൊണ്ടാക്കാം അമ്മാവ. എനിക്ക് സൗകര്യമില്ല. ഒരു പെണ്ണാണ് ഒറ്റക്ക് നിൽക്കാണ് പറമ്പില്. അവിടെ നിൽക്കട്ടെ. വല്ല ജന്തുക്കളൊക്കെ വന്ന് കടിച്ചാലോ? കടിക്കട്ടാ, കടിച്ചോട്ടെ. ഇപ്പം നിനക്കെന്താ? നമ്മുടെ കുമാരിയല്ലേ? ആ, നമ്മുടെ കുമാരി തന്നെ. ഇവിടെ കുമാരി. ഞാൻ അമ്മാവനൊരു കണ്ണു ചോരല്ല കേട്ടോ. എനിക്ക് കണ്ണി ചോരില്ലാന്നേ. എനിക്ക് കണ്ണി ചോരില്ല. നിങ്ങളുടെ ഈ വക പണിക്ക് നടക്കണല്ലേ എനിക്ക് പണി. അവിടെ നിൽക്കട്ടെ. അന്തിപാതിരാകുമ്പോൾ ഒരു പെണ്ണാന്നുള്ള ധാരണ വേണ്ടേ? ഇറങ്ങി പോകുന്നേക്ക. അത്യാവശ്യമുള്ള കാര്യമുള്ളതുകൊണ്ടല്ലേ ഇവളോടൊക്കെ ഒന്ന് അത് ചെയ്യാൻ പറയണത്. ഞാൻ തന്നെ ചെയ്യാനാണ് പിന്നെ അവളെ പറഞ്ഞ് ഏൽപ്പിക്കണം. എന്തിനാ എന്താ നിങ്ങളുണ്ടല്ലോ പട്ടിയാ? ആരാത്? ആരാണെന്ന് പറയാൻ പാടില്ലേ? അമ്പിളിയല്ലോ. എന്താ വിളിയേ? അമ്പിളിയെ എന്താ എന്താണ് എന്താണ് അവിടെ ആരാണ്ടുണ്ട്? ആര് ആര് കണ്ട് കണ്ടാ? അമ്മാവ കണ്ട് കാണും കാണും. അങ്ങനെ നീ മാത്രല്ല, അങ്ങനെ പലവരും കണ്ടിട്ടുള്ള ചരിത്രമുണ്ട്. ആരാണ് മാറണാണ്? ആരാന്ന് ചോദിച്ചാൽ മിണ്ടല്ല. അതെ, മിണ്ടില്ല. പേടിക്കണ്ട, അതൊന്നുമല്ല. അതെ, അപ്പോട്ടെ. ഇന്നെന്താച്ചേ? അപ്പൊ ഉറപ്പിച്ചോ നാളെ വെള്ളി? അതല്ലെങ്കിലും ഉറപ്പല്ലേ, വ്യാഴം കഴിഞ്ഞ വെള്ളിയല്ലേ? അതല്ലടാ കഴുതേ. വ്യാഴാഴ്ച രാവിലെ ഇറങ്ങി കഴിഞ്ഞാലേ വെള്ളിയാഴ്ച അസ്തമയത്തിന് ശേഷം കൂടണയോ? ആര്? യക്ഷി. അതല്ലേ ഈ പറയണേ. അപ്പൊ അമ്പിളി കണ്ടത് യക്ഷിയാണോ? പിന്നെ അല്ലാണ്ട് എന്താ ഈ നേരത്ത്? യക്ഷിയായിരിക്കും. ഇത് ഏതാ സ്ഥലം എന്നറിയാം നിനക്ക്? മുത്തശ്ശൻ വന്ന് ഇങ്ങനെ ആക്കിയെടുത്തതല്ലേ. ഇത് എങ്ങനെ കിടന്നിരുന്ന് വെച്ചിട്ട് അതെപ്പോഴും നമ്മുടെ ഈ പറമ്പ് കഴിഞ്ഞ കിടക്കല്ലേ കിലോമീറ്ററോളം വിജനമായിട്ട് അവരുടെ സഞ്ചാരമുള്ള സ്ഥലം. അതൊക്കെ ആരുടെ? യക്ഷിയോളുടെ. എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? പല അനുഭവങ്ങളുണ്ട്, പലരും കണ്ടിട്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു വിലയില്ല. ഇപ്പൊ നീ കണ്ടില്ലേ, ഇതെന്നെ ഓരോ അനുഭവം. നീ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ? സാധാരണ ചോര കാണാണ്ട് വിടില്ല. ചോര വന്ന് വീണപ്പോ ചോര. അപ്പൊ ചോര കണ്ടു. ഇത്തിരി ഊറ്റിണ്ടാവും. അത് പോട്ടെ, പോയത് പോട്ടെ. ഇനിയിപ്പോ അത് നോക്കണ്ട. എന്തെങ്കിലും ഒന്ന് തേച്ചാ മതി. ചുണ്ണാമ്പ് ഇത്തിരി തേച്ചാൽ മതി. അങ്ങോട്ട് പോയിക്കോളും. അതേ, ഇതാ ജാതി സ്ഥല. മുത്തശ്ശൻ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുള്ളൊരു അനുഭവം. ചേച്ചി എന്നോട് പറഞ്ഞ എനിക്ക് ആ കഥയെ അറിയുള്ളൂ. ആദ്യം വീട് ഇപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലല്ലേ? എവിടെയത്? അവിടെ തന്നെ. അവിടെ തന്നെ. ആദ്യം വീട് അപ്പുറത്തായിരുന്നല്ലോ മുത്തശ്ശൻ വന്ന സമയത്തേ. ആ സമയത്ത് പിന്നാമ്പുറത്തുനിന്ന് ഒരു നിലവിളി. അത്ര കുട്ടിയുടെ പിഞ്ചു കുട്ടിയുടെ ഒരു കരച്ചില്. മുത്തശ്ശനാച്ചത് അങ്ങോട്ട് കേട്ടിട്ട് എന്താന്നറിയാണ്ട് ഓടി ഇങ്ങോട്ട് ഇറങ്ങി. വന്നപ്പോ ചപ്പിലൊരു ചോര കുട്ടി കിടന്ന് ഇങ്ങനെ കരയ്യ. മുത്തശ്ശനാച്ച കുട്ടികളെന്ന് പറഞ്ഞ ജീവനാ. മുത്തശ്ശൻ കുട്ടീനെ അങ്ങോട്ട് വാരി തോളത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഓടാൻ നോക്കി. 2 അടി അങ്ങോട്ട് നീങ്ങിയില്ല. കുട്ടിയുടെ കാലുണ്ട് നിലത്ത് കിടന്ന് ഇങ്ങനെ അടിക്കണം. അപ്പൊ മുത്തച്ഛൻ ചെറുതായി പോയാ? മുത്തശ്ശൻ ചെറുതായല്ല കഴുതേ. കുട്ടിയുടെ കാല് നീണ്ട് നിലത്തൊറിയാണ്. കുട്ടിയാരാ? അതല്ലേ പറയണ്, യക്ഷി. എടുത്തിങ്ങോട്ട് നോക്കിയപ്പോ മുഖത്തുനിന്നുണ്ട് 2 കോമ്പ്രമ്പല്ലും ഇങ്ങടെ നീള്. അതന്നെ. ഇതും കൂടി അങ്ങോട്ട് കണ്ടുടനെ എടുത്ത് നിലത്തേക്കാ കുട്ടീനെയാ. കുട്ടീനല്ലടാ, എന്നിട്ട് മുത്തശ്ശ ഒരു ഓട്ടം അങ്ങോട്ട് ഓടി. 3 ദിവസം അത്ര പനിച്ചത്. നീ ഇപ്പൊ എന്തിനാ ഇതിന്റെ ഇടയിലേക്ക് വന്ന്? അല്ല, ഞാൻ കേബിൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. കേബിൾ ഉണ്ടായിരുന്ന നിന്റെ കയ്യില്? കേബിൾ ഉണ്ടായി. അതന്നെ, ഇരുമ്പ്, പിച്ചള, ചെമ്പ്. ഇതൊന്നും അതിലില്ല, ഇത് ഫൈബറാണ്. ഫൈബറും ഞാൻ പറയാൻ നിക്ക. അപ്പൊ ഫൈബർ എടുത്താൽ ഇഷ്ടമായിട്ടില്ല. നീ എന്താ യക്ഷിക്ക് നഷ്ടം കൊടുക്കാൻ പോവാ ഈ നേരത്തെ? അപ്പൊ പോട്ടെ, ഇനിയിപ്പൊ അതൊന്നും നോക്കണ്ട, ഇതൊന്നും പേടിക്കണ്ട. ഇനിയേ നന്നായി പ്രാർത്ഥിക്കുക. പൊതുവെ നല്ലതാ കിടക്കണതിന് മുമ്പൊന്ന് പ്രാർത്ഥന. എനക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കൈയും കാലും കഴുകിട്ടേ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്ക് കേട്ടോ. പോയിട്ട് ഷായനോട് പറയാൻ നിക്കണ്ട. നാളെ ഞാൻ പറഞ്ഞോളാം. അത് പറയാൻ നിക്കണ്ട. കരഞ്ഞ കേട്ടിട്ടുണ്ടാവോ? കരഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ കാരണം കേട്ടാണ്. ഇല്ല, ഞാൻ അമ്മാവനെ മാത്രമേ കേട്ടുള്ളൂ.
അപ്പൊ ഇനി വലിയ പറയാൻ നിൽക്കണ്ട. ഇല്ലില്ല. പേടിച്ചിട്ടല്ല, നമ്മുടെ അല്ലല്ലല്ല, അവര് പുറത്തോട്ട് ഇറങ്ങാൻ മടിക്കും. അതെ, അവരും മാത്രല്ല നിനക്കും നാണക്കേടാണ്. അമ്മാനും പോലെ നമുക്ക് ഇവിടെ നിൽക്കണ്ട. അല്ലല്ല, നീ പോയിക്കോ, ഞാൻ വരാം. എനിക്കേ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു വളപ്പിൽ ഈ ജാതി പരിപാടി ഇനി പാടില്ലല്ലോ. അതിനുള്ളൊരു കാര്യം നോക്കാണ്ടോ. ഈ രാത്രി ഇനി നമ്മ തൊടണ്ട അല്ലേ? ഇല്ല അതൊന്നും തുറന്നു, ഞാൻ അവിടെ കിടന്നോട്ടെ. നീ പോയിക്കോ. എന്തായാലും ഇനി കുളിച്ചിട്ടാ കിടന്നോ. അതെ, മുണ്ട് നനഞ്ഞതിന്റെ ഒന്നല്ല, കുളിച്ചിട്ട് കിടന്നോ. മുള്ളി തറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കഥ കേട്ട് വിശ്വസിച്ച് പോണോന്നല്ല അവൻ. ആ പേടിച്ചതിന്റെ പക്കപ്പിൽ പോയിരിക്കുക. അമ്മാവ കുമാരിനെ കൊണ്ടുവിടണ്ടേ? നടക്ക്. അമ്മാവൻ പോയാൽ മതി. ഞാനില്ല. അതെ, അവിടെ യക്ഷിണ്ടെങ്കിലോ? അതെ, എന്റെ ആരും ഇല്ല അവിടെ. അമ്മാവൻ പോവല്ലേ? ഞാൻ നടക്കടാ കേട്ടോനെ. വാ അമ്മാവ. കുമാരി തന്നെ അല്ലാതെ കുറച്ച് കഴിയുമ്പോ കാല് നീളുവോ? അമ്മാവൻ പേടിപ്പിക്കണേ. അല്ല, ഞാൻ പറഞ്ഞാണ്. നടക്കുന്നുണ്ട്. അമ്മാവ കുമാരീനെ ചീത്തൊന്നും പറയണ്ട കേട്ടോ, അവള് പാവാണ്. അവക്കറിയാ പാവാണെന്ന്. എവിടെയാണ് അവളിവിടെ ഉണ്ട്. കുട്ടി ഇവിടെ ഉണ്ടോ? ഇത് എന്തിനാ കാട്ടിൽ നിൽക്കണ മോളെ? ഇങ്ങോട്ട് പോന്നോളൂ. ഇങ്ങോട്ട് പോരെ. വരും. അമ്മാവനൊന്നും പറയില്ല. ഇവിടെ പോന്നോളൂ കേട്ടോ. ഒരെണ്ണം അമ്മാവ. കുമ്മാവ. എന്തിനാ അവള് ചീത്ത പറഞ്ഞ? അവള് പാവല്ലേ? പാവായിട്ട് ഈ ജാതി പണി കാണിച്ചേ ആണോ? ഇവനോ വെളിവും ബോധമില്ല. നീ പഠിച്ചു കുട്ടിയല്ലേ, നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട. ഈ അന്തിപാത്രം നേരത്തെ ഈ ജാതി പണി കാണിക്കാൻ പാടുണ്ടോ? അമ്മാവ എനിക്കിപ്പോ ഇത്തിരി വെളിവാക്കുണ്ട്. അതെനിക്ക് നിന്റെ വെളിവുകൊണ്ട് ഇപ്പൊ 2 നേരം എടുക്കുന്നവർ അങ്ങോട്ടും കൂടെ ഷട്ടിലടിച്ചായിരുന്നു ഇവിടെ. നിന്റെ വെളിവുണ്ട് ഇത്ര. ആ പിതാംബരനെ ഞാൻ അറിഞ്ഞിട്ടാണാവോ? അച്ഛനെ ഉറങ്ങുക. ആ നേരത്തെ ഇറക്കി പോരേ. നടത്തേ. കൊണ്ടാക്കുമ്പോ നീ അയാളാട്ടെ കണ്ട ഞാൻ എന്ത് മറുപടി പറയും? വാടകയുടെ ഞാനെന്തിനു വരേണ്ടത്? അപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരണ്ടേ? അപ്പൊ അമ്മാവന് പേടിയാണോ? പേടിച്ചിട്ടൊന്നല്ല, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ പേടിച്ചാലോ? ഞാൻ കരുതി അമ്മാവന് നല്ല ധൈര്യമായിരിക്കും. എനിക്ക് ധൈര്യം ഇങ്ങോട്ട് വരുമ്പോ പേടിക്കണ്ട, ഞാനും കൂടെ ഉണ്ടല്ലോ. കുമാരി മെല്ലാം നടക്കട്ടോ, സൂക്ഷിച്ചോ. ഇനി നിന്റെ ഉപദേശം വേണ്ട, അവള് നടന്നോളൂ. ഇക്ക സോറി. എന്തിന്? ഇക്ക പറഞ്ഞിട്ട് ഞാൻ ഫൈബർ എടുത്തു വെച്ചില്ലല്ലോ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. നീ മറന്നുപോയാ ഞാൻ ചെയ്യണ്ടേ? നീ പോഞ്ഞാ ഇപ്പൊ പന്തലിടേണ്ടി വന്നാനെ. ഇല്ല, അത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. അത് എവിടെ വെച്ചു? അത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, അങ്ങോട്ട് ഒന്ന് ഒതുക്കി വെച്ച് രാവിലെ പോകുമ്പോ എടുത്തോണ്ട് പോകാലോ. ഇക്കയുടെ സൗണ്ടിന് എന്തൊരു വിറയില്. കുഴപ്പമൊന്നുമില്ല. എന്തേ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. എന്താ പറ്റേ? അത് മഞ്ഞ് പുറത്ത് ഭയങ്കര മഞ്ഞേ, തണുക്കണ പോലെയൊക്കെ ഇങ്ങനെ തോന്നിയപ്പോ അതാണ്. മറ്റേ മുണ്ടെന്തി എന്റെ ലുങ്കി. മുണ്ടെന്തിനാപ്പോ? അല്ല, ഇതൊന്ന് മാറി ഫ്രഷ് ആയിട്ട് കിടക്കാന്ന് പുറത്താണ്. ഇതിനെന്താ പറ്റിയ? ഇല്ല, കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പൊ രാവിലെ കൊടുത്തിട്ട് നടന്നല്ല, അപ്പൊ മാറിയിട്ട് കിടക്ക. എന്ത് പറ്റി? അതൊന്നുമില്ല. ഇതെങ്ങനെ നനഞ്ഞേ? ഇതേ മറ്റേ കേബിൾ വെച്ചില്ല കൂടിന്റെ മുകളില്. അപ്പൊ അതിലൊരു ഇല വന്ന് വീണ് വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ടായി. ഞാനിങ്ങോട്ട് വലിക്കലും വെള്ളം ഇങ്ങോട്ട് കമന്ന് വീണ്. അങ്ങനെ വീണ മുന്നിലല്ലേ വീഴണ്ട, ഇതിങ്ങനെ പുറകില് വീണേ. ഞാൻ ഇങ്ങനെ ചരിഞ്ഞ് നിന്നിട്ടാണ് ഇനി നീ അതിന്റെ സ്കെച്ചും പ്ലാനൊക്കെ വരപ്പിക്കണോ? ഒരു മുണ്ട് എടുക്കാൻ പറയാ, മുണ്ട് എടുത്താ പോരെ? ഞാൻ എടുക്കാം, ചോദിച്ചതല്ലേ. അല്ല, അത് നനഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെയാണോ ഇങ്ങനെയാണോന്ന് ചോദിക്കണെന്തിനാ? ഞാൻ എന്തിനാ നിന്നോട് നുണ പറയണ? നീ ചെയ്യേണ്ട ജോലി ചെയ്യാൻ പോയിട്ടാണ് ഇപ്പൊ ചത്താനെ മനുഷ്യൻ. അല്ല, രാത്രി പോയിട്ട് വെള്ളം മുഖത്തോട്ട് വീണെങ്കിൽ എന്ത് ചെയ്യും? വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. അതേ, വല്ല സൗണ്ട് കേട്ടാ നീ ഇവിടെ? ഇല്ല, കേട്ടില്ല. വല്ല വിളി ശബ്ദം കേട്ടാ? എന്താ പറ്റിയ? നീ പുറത്തോട്ടൊക്കെ രാത്രി ഇറങ്ങുമ്പോ വല്ല കൊച്ചു കുഞ്ഞുങ്ങൾ കരയണ പോലെ കേട്ടാ ശ്രദ്ധിക്കണ്ട. ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, നമ്മുടെ കാര്യം കഴിഞ്ഞങ്ങാട് പോര്. കാര്യമൊന്നുമില്ല. എനിക്ക് എന്ത് വരാനാണ്? ഇവിടെ ആർക്ക് എന്ത് വന്നാലും ഞാൻ നോക്കും. ഞാനുണ്ട് ഇവിടെ. നീ മുണ്ടെടുക്ക്. ഒന്നുമില്ല. പിന്നെന്താ ലക്ഷണക്കേട് നോട്ടം? എന്തോടെ നാറ്റം?
മൂത്രം നിറയിട്ട് പോലെ നിനക്ക് ആ ഡോർ അടച്ചിട്ടൂടെ ബാത്റൂമിന്റെ? മൂത്രം ഒഴിക്കാൻ പോയ വെള്ളം ഒഴിക്കൂല. മുണ്ടെടുത്തുണ്ടോ? നെക്കറിലെ മുകളിൽ നിന്ന് ഇവളൊക്കെ അറിഞ്ഞ മനുഷ്യന്റെ മാനം പോകും. ഈ ഇക്കൊക്കെ ഇതെന്താ പറ്റിയേ? ആകെ ഒരു വശപ്പശ ഉണ്ടല്ലോ. പത്രത്തിൽ എന്തൊക്കെയാ ന്യൂസുള്ള? ഓ അങ്ങനെ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല, സാധാരണ വരുന്ന വാർത്തകളെ ഉള്ളടാ. വെട്ട്, കുത്ത്, പീഡനം, അത്രേ ഉള്ളൂ. അച്ഛാ, കഴിഞ്ഞ ആഴ്ച അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് ഒരു പശു മരിച്ചില്ലേ? ആ വാർത്ത ഉണ്ടോ? അങ്ങനെ ഒരു വാർത്തയൊന്നും ഇതിനകത്തില്ല. ഇല്ലേ? ആ ഇതന്നെ കുഴപ്പം. ഇവിടെ പശുക്കളൊന്നും ചാവണമെന്ന് ഒരു വാർത്തയല്ല, മനുഷ്യന്മാരെ കേട്ടാ അപ്പൊ വാർത്തയാ. അച്ഛനറിയില്ലേ വിവരം? എന്തുവാ? ആ ഹോട്ടലിൽ നിന്നുള്ള കഞ്ഞിവെള്ളം കുടിച്ചിട്ടാ പശു എത്തെ. വീട്ടിൽ നിൽക്കുന്ന പശുവിനെ എന്താടാ ഹോട്ടലിൽ കൊണ്ട് കഞ്ഞി കുടിപ്പിക്കുന്നേ? അങ്ങനെയല്ല അച്ഛാ, ചില ഹോട്ടലിലേ ഈ വീട്ടിലേക്ക് കഞ്ഞിവെള്ളം കൊണ്ടുപോകും. അങ്ങനെ കുടിച്ചാ അപ്പൊ ആ കഞ്ഞിവെള്ളത്തിലേ എന്തെങ്കിലും കീടനാശിനിയൊക്കെ ഇട്ടുണ്ടാവും, അതുകൊണ്ടാ പശു എത്തെ. ഓ അത് ശരിയാ. അതൊക്കെ വാർത്ത കൊണ്ടതാ. ആ ഹോട്ടലൊക്കെ പൂട്ടി പോണം. ആ എടാ, ആ ഒരു വാർത്തയുണ്ടടാ. എന്താ? അപേക്ഷ കൊടുക്കുന്നതനുസരിച്ച് പഞ്ചായത്തിൽ നിന്നും 5 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നത്. ആ അതല്ലോ അവ അഞ്ചല്ലോന്നാ. ഒരു അപേക്ഷ കൊടു. ആ അമ്പിളിയുടെ പെട്ടിയോട്ടോയിൽ കൊണ്ടുവരാങ്ങിട്ട്. എന്നിട്ടേ ആ കിഴക്കേ പറമ്പിൽ കുഴിച്ചിടാ. കിഴക്കേ പറമ്പിലെ കുറെ സ്ഥലമുള്ള അവിടെ ആ കാടൊക്കെ ഒന്ന് വെട്ടിയിട്ടേ അവിടെ കുഴിച്ചിടാ. 5 കൊല്ലം കൊണ്ട് കായ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും. കൈ കൊണ്ട് പറിക്കുക. അല്ല അച്ഛാ? അച്ഛാ ഉറങ്ങിയല്ലോ അച്ഛാ. അമ്മേ അമ്മേ അമ്മേ, അച്ഛ വീണ. അച്ഛാ അച്ഛാ, അമ്മേ അമ്മേ, അച്ഛ വീണ. അമ്മേ ഭഗവാനെ എന്താണ്ടായത്? അച്ഛ വീണ്. അയ്യോ ബൽറാമേട്ടാ, ബൽറാമേട്ടാ, ബൽറാമേട്ടാ എണീക്ക്. ബൽറാമേട്ടാ എന്തായി കാണിക്കുന്നത്? ബൽറാമേട്ടാ എണീക്ക്. ബൽറാമേട്ടാ എന്താ പോലെ ഉണ്ടായത്? ബൽറാമേട്ടാ, ബൽറാമേട്ടാ, ബൽറാമേട്ടാ കണ്ണു തുറക്ക്. ബൽറാമേട്ടാ, ബൽറാമേട്ടാ കണ്ണു തുറക്ക്. ബൽറാമേട്ടാ, ബൽറാമേട്ടാ എന്താ പറ്റിയേ? എന്താ പതുക്കെ പിടിക്കും മോനെ. എന്താ പറ്റിയേ? താങ്ങ് മോനെ. എന്താ ബൽറാമേട്ടാ? എന്താ ബൽറാമേട്ടാ? എന്താ പറ്റിയേ? എന്താ പറ്റിയത്? ആശുപത്രി പോണോ? അച്ഛൻ പത്രം വായിച്ചോണ്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതിനിടക്ക് അച്ഛൻ കൊഴിഞ്ഞു വീണ്. എന്താ? അച്ഛനൊന്നും ഓർമ്മയില്ലമ്മേ. അമ്മേ ഞാൻ ഭാഗ്യമാനം വിളിക്കട്ടെ? ഭംഗിയൊന്നും വിളിക്കണ്ട. ആശുപത്രി പോവാ. വേണ്ടെന്ന്. എനിക്കൊന്നുമില്ല, ഒന്ന് തലയുറ്റി വന്നതാ. എന്നാലൊന്ന് ആശുപത്രി പോവാച്ചാ. വേണ്ട മോനെ. ഇന്ന് എണീക്ക്, അകത്ത് പോയി കിടക്കാം. അച്ഛൻ എണീച്ചെന്നാല് എണീക്കാൻ പറ്റുമോ? അച്ഛൻ എനിക്ക് പതുക്കെ പതുക്കെ അല്ലേ. നല്ലപോലെ പത്രം വായിച്ചോണ്ടിരിക്കായിരുന്നു, എന്നോട് വർത്തമാനം പറഞ്ഞിട്ട്. അപ്പോഴും വീണ് കൊടുക്കണേ. പതുക്കെ കയറ്. ആശുപത്രിയിൽ എന്തായാലും പോണോട്ടാ. വേണ്ട മക്കളെ, ഒന്നും വേണ്ട എനിക്ക്. അഞ്ചട്ട് വരട്ടെ, ഞാൻ പറയാ. ഒന്നും പേടിക്കണ്ട, ഒന്നുമില്ലെന്ന് എനിക്ക്. എന്തെങ്ങനെ വന്നിരിക്കണൂടെ? അമ്മാവനെ അറിഞ്ഞില്ലേ? എന്തേ? അച്ഛൻ തല ഇറങ്ങിയൂണേ. ആ ഇറങ്ങും. എന്നോട് വർത്താനം പറഞ്ഞ് പത്രം വായിച്ചോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് വീണേ. ഞാനൊക്കെ പേടിച്ചു പോയി. പിന്നെ അമ്മ ഒന്ന് വിളിച്ചിട്ട് അച്ഛൻ ഉണരണേ. പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു തലകറക്കം. അത് ആശുപത്രി കൊണ്ടുപോകണോ? കൊണ്ടുപോകണം. അച്ഛൻ സമ്മതിക്കില്ല, അമ്മാവൻ നിർബന്ധിക്കണം. ഇല്ലടാ, നിർബന്ധിച്ച് കൊണ്ടുപോകാം. നമുക്ക് അങ്ങനെ കൊണ്ടുപോകാണ്ടിരുന്നാ പറ്റില്ല, ഒന്ന് കാണിക്കണത്. എവിടെ നന്ദിനിയും ഇവരൊക്കെ കാണാനില്ല? രണ്ടാളെയും പറമ്പിൽ കൊണ്ട് കെട്ടിയതാ. അതെയാ? അപ്പൊ പോണം, അഴിക്കാൻ പോണം. എന്നാ ശരി. ആ അല്ല, അതേ വേറൊരു കാര്യം. എന്താ? നിനക്കൊരു നറുക്ക് വീഴാൻ സാധ്യത ഉണ്ട്. നറുക്കോ? അതിന് ഞാൻ ചിട്ടിയിലൊന്നും ചേർന്നില്ലല്ലോ. അത് ചിട്ടിയല്ലടാ,
അച്ഛന് സുഖമില്ലാത്ത കാരണേ ആനന്ദനെ കൊണ്ട് വേഗം ഒന്ന് കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. ആനന്ദനൊന്നും ഇപ്പൊ അതിന് നിൽക്കുന്ന എനിക്ക് തോന്നല്ലേ ആ പുണ്ണി. അപ്പൊ ചിലപ്പോ ആ ഒഴിവിലേക്ക് നിന്നെ പോസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അമ്മോനൊന്നും മിണ്ടാണ്ടിരുന്നേ, വെറുതെ ഓരോരോ മോഹം തരും എനിക്ക്. അല്ലടാ, ഇതാ നടക്കുള്ളൂ, മറ്റവൻ സമ്മതിക്കില്ല. നടക്കണേ നല്ലതാ, പക്ഷെ നടക്കൂല. എന്റെ യോഗ അതാ. അങ്ങനെയൊന്നും പറയണ്ട. അതൊക്കെ ചിലപ്പോ നടക്കും. നമുക്കേ അത് നടത്തണം. നടക്കുവോ? ഞാനില്ലേ നിന്റെ കൂടെ കേട്ടാ, അത് പേടിക്കണ്ട. ഇതെന്തടത് ഈ മണ്ണെടുക്കല് കഴിഞ്ഞില്ലേ എവിടെ? ഇല്ല, അവിടെ 2 മണ്ണുമന്തി വന്നിട്ട് മാന്തി കൊണ്ടിരിക്കുക. ഇത് എന്ന് തുടങ്ങിയത്? അത് എന്താ ഫ്ലാറ്റാ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? എടാ പങ്കിയെ, നീ ഇവിടെ നിക്കായിരുന്നാ? എന്തേ? ബലരാമേട്ടനെ അന്വേഷിക്കണ്ട്. നിന്നെ എന്തിനാ എന്തോ പറയണ്ടത്രേ. വാ, ഞാൻ അങ്ങോട്ട് വരാം. ചേച്ചി നടന്നോ, വേഗം വരണേട്ടാ. ഞാൻ വരാം, ഒന്ന് പോയിട്ട് വരാം. ഞാൻ അനന്തനെ വിളിക്കട്ടെ എന്നാ. എന്താ വരാൻ പറഞ്ഞേ? പങ്കി മാത്രമേ ഉള്ളൂടി. അനന്തനെവിടെ? അനന്തനെ എന്തോ റിപ്പോർട്ട് എന്തോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, എന്തോ വരയ്ക്കണൊക്കെ ഉണ്ട്. ഇപ്പൊ വരും. ഒരു അത്യാവശ്യ കാര്യം പറയാനോട്ടോ അവനോട് വരാൻ പറഞ്ഞത്. നീ അവനെ കുടിഞ്ഞ് വിളിച്ചോണ്ട് പോവാ. അല്ല, ഇപ്പൊ വരുവോളയാ? അവനിപ്പൊ വരുന്നേ. വല്ലവണ് ചായ വെള്ളം വല്ലതും വേണോ? വേണ്ട. ഇത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? എന്താ ബുദ്ധിമുട്ട്? ഇനി എനിക്ക് അധിക സമയമൊന്നും ഇല്ലടാ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ പോകണം ഈ അസുഖമായിട്ട്? ഒന്ന് പോവാ ബലരാമേട്ടാ. ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് വെറുതെ നാടകം കളിക്കാതെ. ഗാനന്ദം വന്നല്ലോ. എന്താണ്? അല്ല, അളിയൻ എന്തൊക്കെ പറയുന്നുണ്ട്. എന്താച്ചാ? നീ എവിടെ ഇരുന്നേ? അവിടെ ഇരിക്കണ, പറയട്ടെ. ഇരിക്കേ. എന്താച്ചാ? അനന്ത, അതേ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. എന്ത്? എനിക്കിനി അധിക കാലമൊന്നും ഇല്ലടാ. എൻ്റെ അച്ഛ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരു അസുഖം വന്നു, അത് നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്നും കഴിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്? സീതേ, എടാ അതെ, അച്ഛൻ പറയണ എന്താന്ന് വെച്ചാല് അച്ഛന് വയ്യ, ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടന്നു കാണണമെന്നാണ് അച്ഛൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശശി, എൻ്റെ അമ്മ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പിന്നെ എന്തിനാ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണത്? എടാ, അത് 25-ാം തീയതി എന്ന് പറയുമ്പോൾ ഇനിയും കുറേ ദിവസമല്ലേ. അപ്പൊ അച്ഛൻ ഉദ്ദേശിക്കണ എന്താന്ന് വെച്ചാലേ, ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ കല്യാണം നടത്താൻ പറ്റുകയാണെങ്കിൽ അത് നടത്തണം എന്നുള്ളതാണ്. എന്ത് കുട്ടിക്കളിയോ കല്യാണം എന്ന് പറഞ്ഞാല്? ഈ ആളുകളൊക്കെ വിളിച്ച് അവരൊക്കെ വിവരം അറിയിച്ച് അതിൻ്റെതുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ അല്ലേ. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് തോന്നിയവർ കല്യാണം നടത്താൻ പറയാ. എങ്ങനെ ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ കല്യാണം നടത്തുന്നത്? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് ഈ കല്യാണം എനിക്ക് നടന്ന് കാണണം. അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കാണണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വിളിച്ച് ഗുരുവായൂർ പോവാം. ഇഷ്ടംപോലെ കല്യാണം അവിടെ നടക്കുന്നത്. തോന്നിയാസം പറയല്ലേ പങ്കിയെ. അല്ലാണ്ട് പിന്നെ എന്തെന്നാ അതിന് പറയണേ? 3 ദിവസം കൊണ്ട് കല്യാണം 3 ദിവസം കൊണ്ട് നടക്കില്ല അമ്മേ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണ്ട. എടാ, ഒരു അടിയന്തര സാഹചര്യം വരുമ്പോ നമ്മൾ അങ്ങനെ കല്യാണം നടത്താറില്ലേ? ആർഭാടം വേണ്ടാന്ന് വെച്ചാ പോരെ. എന്ത് അടിയന്തര സാഹചര്യം? എന്താ അതിനോട് പ്രശ്നം ഉണ്ടായത്? അച്ഛൻ അസുഖം വന്നു എന്നുള്ളതോ? അല്ല, അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ ഞാനും അതിന് സപ്പോർട്ട് തന്നെയാണ്. അങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. വെറുതെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ എല്ലാരും എന്ത് സംഭവിക്കുന്നത്? എന്തിനാ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണത്? അനന്ത, എടാ ഒന്ന് സമ്മതിക്കടാ. അച്ഛൻ ആദ്യമായിട്ട് നിന്നോടൊരു കാര്യം പറയില്ലയോ? എന്റെ അച്ഛ, എടിപിടി എന്ന് പറഞ്ഞിട്ട് കല്യാണം നടക്കില്ലല്ലോ. നമുക്ക് കല്യാണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങണ്ടേ? അവർക്ക് ഒരുങ്ങാനൊരു സാവകാശം നമ്മൾ കൊടുക്കണ്ടേ? അല്ല, അതിപ്പോ കല്യാണം കഴിക്കണം തോന്നിയിട്ട് ഇപ്പോഴും പറഞ്ഞാല് എന്തീ പറയണത്? ഒന്നാമത്തെ കാര്യം, ഒരാളുടെ അടുത്ത് വിളിച്ചിട്ട് മോളെ 3 ദിവസം കൊണ്ട് കല്യാണം കഴിച്ചിങ്ങോട്ട് വിടണോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ തോന്നുക? എന്ത് തോന്നാൻ? നീ ആ രമണനെ ഒന്നും കൂടെ വിളിച്ചു തന്നെ, ഞാൻ സംസാരിച്ചോളാം. എന്ത് വർത്താനം പറയാൻ ചേച്ചി? എന്തൊക്കെ ഈ പറയണേ? എന്ത് തമാശക്കളിയാണോ? നമ്മൾ ആലോചിച്ച് നിങ്ങൾ എന്തെങ്കിലും വിഡ്ഢിത്തക്കാണ്ട് ഇരുന്നാണ്ട് പറഞ്ഞിട്ട് പിന്നെ അത് ആളുകൾ വിളിച്ചങ്ങോട്ട് പറയുകയാണോ?
അയാളോട് ചോദിച്ചാലല്ലേ അയാൾക്ക് തയ്യാറാണോ ഇല്ലയോ എന്നുള്ള അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, അയാളോടൊന്നും ചോദിക്കണ്ട കേട്ടാ. എങ്ങാനും അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കല്യാണത്തിനെ മുടക്കി കളയുമെന്ന് എന്റെ പേടി. പിന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയേണ്ട മാതിരി പറഞ്ഞോളാം. അപ്പൊ രമണന് മനസ്സിലാവും അത്. എന്തെന്നാ മനസ്സിലായി ചേച്ചി? എന്താ പറയാൻ പോണേ? 3 ദിവസം കൊണ്ട് മോളെ കല്യാണം കഴിച്ചുകൊണ്ട് വീട് കിട്ടുമെന്നോ? ഇതൊരാൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇനി നമുക്ക് തന്നെ ഇത് മര്യാദക്ക് നടക്കുവോ ഈ 3 ദിവസത്തിന്റെ ഉള്ളില്? എടാ ഒന്ന് ചോദിച്ചു നോക്കണേണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? നീ ഒന്ന് വിളിച്ചായോ? ഞാൻ സംസാരിച്ചോളാന്നേ. എന്നാ പിന്നെ വിളിച്ചാ കൊടുക്ക്, സംസാരിക്കട്ടെ.